നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ ലോകമേ ഉള്ളൂ എന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. പല പല ലോകങ്ങളുണ്ട്. ഭൂമിക്കും ഭൂമിയുടെ ചുറ്റും അത് കണക്റ്റഡുമാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടായത്. ലോകമെമ്പാടും സ്പിരിച്വൽ സെന്റേഴ്സ് ഉള്ള ഒരു മലയാളി മോഹൻജി, വെൽക്കം ടു ABC മലയാളം. താങ്ക് യു സോ മച്ച്. ആരാണ് ശരിക്കും മോഹൻജി? ഒരു സെന്റൻസിൽ പറയുകയാണെങ്കിൽ ഐ എം എ സെർവന്റ് ഓഫ് ദ നേച്ചർ. അതായത് പ്രകൃതിയെ സ്നേഹിക്കുന്നു, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതിൻ്റെ കൂടെ പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളെയും സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണിപ്പോൾ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ് ആയിരുന്നു തുടക്കം. 2003 ആക്ട് ഫൗണ്ടേഷൻ ആൻഡ് അമ്മു കെയർ 2 ഓർഗനൈസേഷൻസ് ഫോം ചെയ്തു. അമ്മു കെയർ ഇന്ത്യയില്, ആക്ട് ഫൗണ്ടേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. അതിന്റെ മെയിൻ ഉദ്ദേശം ഈ നിസ്സഹായ അവസ്ഥ അനുഭവിക്കുന്ന എന്തിനേയും, മനുഷ്യര് മാത്രമല്ല മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും അവർക്കൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള ലെവലിലായിരുന്നു. ഒരു എല്ലാവരുടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ കാണിക്കുക, അത് തന്നെയാണല്ലോ വേണ്ടത്. എല്ലാം നമ്മുടെ എക്സ്റ്റൻഷൻ അല്ലേ, എല്ലാ കാര്യങ്ങളും. അതായത് പക്ഷികളും മൃഗങ്ങളും എല്ലാം നമ്മുടെ എക്സ്റ്റൻഷൻ തന്നെയാണ്. നമ്മൾ ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. എപ്പോഴൊക്കെ നമ്മൾ സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മൾ സഫർ ചെയ്യുന്നുണ്ട്. വൺ ഓഫ് ദ മേജർ റീസൺ ഫോർ ഡിപ്രഷൻ ഈസ് ഡിസ്കണക്ഷൻ. നമ്മൾ നേച്ചറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യും തോറും നമ്മൾ ഡിപ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2000 ഓഗസ്റ്റ് 23 മോള് മരിച്ചുപോയി. അപ്പൊ അതാണ് ഫസ്റ്റ് ഒരു മേജർ ഷോക്ക് ലൈഫിൽ വന്നത്. അതിനു മുമ്പ് മോഹൻജി ആരായിരുന്നു എന്ന് പറഞ്ഞാലായിരിക്കും. അതിനു മുന്നേ ഞാൻ ജോലി എടുക്കുകയായിരുന്നു. എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് കൊച്ചിയിലാണ്, ചോയ്സിലാണ്. അവിടെ ഒരു കൊല്ലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ മുഴുവൻ ഗൾഫിലാണ്. 2012 വരെ ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ഷിപ്പിംഗ് ബിസിനസ്സിലായിരുന്നു കരിയർ മുഴുവൻ ആ സമയത്ത്. 2000 മോള് മരിച്ചുപോയത്. അപ്പൊ അവള് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ജീവിതം എന്താണ്, എന്തിനാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നത്. അതൊരു ആക്സിഡന്റ്, റോഡ് ആക്സിഡന്റ് ആയിരുന്നു. അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. കാരണം നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് എന്താണോ അത് പോയി. അമ്മു. അപ്പൊ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് 2003 അപ്പൊ ഞാൻ ഹിമാലയത്തിൽ നടക്കുമ്പോൾ ഒരു സ്വാമിയാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹമായിട്ട് എനിക്ക് അതിന്റെ ഗുരുവൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ലോകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ സ്റ്റെബിലിറ്റി വരുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ സാധനങ്ങൾ ചെയ്യണ്ടായിരുന്നു, പ്രാക്ടീസസ് ചെയ്യണ്ടായിരുന്നു. പക്ഷെ ആ പ്രാക്ടീസസിന് പെർഫെക്ഷൻ വരണമെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യണം മറ്റുള്ളവരുമായിട്ട്. അപ്പോഴാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ പറഞ്ഞു, ടേക്ക് കെയർ ഓഫ് ദ ചിൽഡ്രൻ ഓഫ് മദർ എർത്ത്. അതായത് ഭൂമി ദേവിയുടെ അല്ലെങ്കിൽ ഭൂമി മാതാവിന്റെ കുട്ടികളെയൊക്കെ നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മള് ഹ്യൂമൻ കുട്ടികളാണ്. അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചത്. എല്ലാ ജീവജാലങ്ങളും അതെല്ലാം ഭൂമിയുടെ മക്കളാണ്. അപ്പോ അങ്ങനെയാണ് അമ്മു കെയറിന്റെ ഒരു തുടക്കം. ഡൽഹിയിൽ തുടങ്ങി ആദ്യം. ബ്ലാങ്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ആൾക്കാർ ഈ തണുപ്പ് കാലത്ത് റോഡ് സൈഡിൽ കിടന്ന് ഉറങ്ങും, ബ്ലാങ്കറ്റ് ഇല്ലാണ്ട്, പുതപ്പൊന്നും ഇല്ലാണ്ട്. അവരുടെ മുകളിൽ പുതപ്പ് ഇട്ടിട്ട് പോണ അല്ലെങ്കിൽ അവരെ പുതപ്പിക്കുന്ന ഒരു ഫംഗ്ഷൻ വെച്ച് തുടങ്ങി. അത് പിന്നെ ഗ്രോ ചെയ്ത് ഇപ്പോ നമ്മളിപ്പോ 23 സ്റ്റേറ്റിലുണ്ട് ഇന്ത്യയില് ആക്ടിവിറ്റി. മോഹൻജി, അപ്പൊ ഈ ജോലിയൊക്കെ വിട്ട ശേഷമാണോ ഈ സ്പിരിച്വൽ അതോ അതിനിടയ്ക്ക് മുമ്പേ സംഭവിച്ചു? ജോലി എടുക്കുമ്പോഴേ തുടങ്ങി. എല്ലാവരും പറയുന്നുണ്ട് ഒരു ഗുരു കാണും, അല്ലെങ്കിൽ ആ ഒരു വഴി തുറന്നു തരാനായിട്ട് ഒരാൾ വേണം. ചിലർക്ക് ഓൺ ആയിട്ട് ലഭിക്കുമായിരിക്കും. പക്ഷെ മേജർലി എല്ലാവരും ഒരു മെന്റർ പോലെ ഒരാൾ കാണും. അങ്ങനെ ഒരാളുണ്ടോ? ആക്ച്വലി പല ആൾക്കാരുണ്ട്. അതിപ്പോ നമ്മുടെ ദത്താത്രേയൻ മഹർഷിയുടെ കഥയിൽ പറയുന്ന പോലെ 24 ഗുരുക്കളുണ്ട്. അതിൽ ഒരുപാട് ഗുരുസും സൊസൈറ്റിയിൽ നിന്ന് നേച്ചറിനുമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇതാണ് ഒരു വേൾഡ് എന്ന്, അതായത് ഈ ലോകമേ ഉള്ളൂ എന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ദർ ഈസ് എൻ ഇന്റർഗാലക്റ്റിക് കണക്ഷൻ. പല പല ലോകങ്ങളുണ്ട്. ഭൂമിക്കും ഭൂമിയുടെ ചുറ്റും അത് കണക്റ്റഡുമാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടായത്. അത് ഏത് സമയത്താണ്? 2003-04 സമയത്ത്. അത് ആ സമയത്തൊക്കെ ഞാൻ സീരിയസ് ആയി മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു 2:30 എനിക്കും എന്നിട്ട് അങ്ങനെയുള്ള സമയമാണ്. അപ്പൊ എനിക്ക് പുറത്തുള്ള ലോകമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഇന്ററാക്ഷൻ തീരെയില്ല. ഗുരു ഇല്ല, അങ്ങനെ ഒരു ഗുരു ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഒരു ഗുരുവിന്റെ ഒരു പ്രസൻസ് വന്നത് ഈ ഒരു സമയത്താണ്. അന്ന് നമുക്ക് ഈ ഗൂഗിൾ ഇതൊന്നുമില്ല, വാട്സപ്പ് ഒന്നുമില്ല. ഈവൻ ഗൂഗിൾ വന്നിട്ടില്ല, അതിന് മുന്നേ വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല. അന്ന് യാഹൂ എന്നൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, MSN മെസ്സഞ്ചർ. അപ്പോ ഇതേപോലെ യാഹൂ മെയിലില് ഒരു മെസ്സേജ് വന്നു, ഒരു ഇന്റർഗാലക്റ്റിക് മാസ്റ്റർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ നമ്പറിൽ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു അമേരിക്കൻ നമ്പർ. അത് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാം.
അപ്പൊ നമുക്ക് സാധാരണ അങ്ങനെ നമ്പറൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഫ്രോഡാണെന്നാണ്. അപ്പൊ ഞാൻ ആ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, കാരണം കുറെ സ്പാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയും റിപ്പീറ്റഡ്ലി ആ മെസ്സേജ് ഒരാഴ്ച കഴിഞ്ഞ് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തത് എനിക്കറിയാം, ഇതൊരു സീരിയസ് ഇതാണ്, ഇതിൽ വിളിക്കൂ, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്തായാലും ഇപ്പൊ ഒരു ഇതല്ലേ ഉള്ളൂ, കുറച്ച് എമൗണ്ട് പോയാൽ പോട്ടെ. അമേരിക്കൻ കോൾ, നമ്മുടെ അമേരിക്കയൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ്. അപ്പൊ വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ മാതിരി കോൾസ് ഉണ്ട്. അപ്പൊ ഞാൻ അത് പിന്നീട് പേ ചെയ്യുന്ന കോൾസ്. അപ്പൊ ഞാൻ വിളിച്ചു, ഞാൻ ചോദിച്ചു എത്ര പൈസയാവുന്നു, ഹൗ മച്ച് മണി ചോദിച്ചു. കാരണം ഐ തോട്ട് ഇറ്റ്സ് എ മണി മേക്കിംഗ് തിങ്. ഈ സെറ്റ് നോ മണി, ഐ ഡിഡ്ന്റ് ടോക്ക് ടു യു അബൌട്ട് മണി. അപ്പോ ഞാൻ റിപ്ലൈ ചെയ്തു. അപ്പൊ പറഞ്ഞു സൺഡേ 10 മണി രാവിലെ ദുബായ് ടൈമിൽ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോ ഒരു വളരെ വയസ്സുള്ള ഒരു തള്ളയാണ് ഫോൺ എടുത്ത്. അവരുടെ ഒച്ച കേട്ട അറിയാം വളരെ ഫീബിളാണ്, പിന്നെ വിറയുണ്ട്. അപ്പൊ അവര് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഒരു മീഡിയമാണ്, ഒരു മാസ്റ്റർ തന്നതാണ് നിങ്ങളുടെ ഇത്, അത് ഈ ഭൂമിയിൽ നിന്നല്ല, ഭൂമിയുടെ പുറത്തുനിന്നാണ്. അപ്പൊ അദ്ദേഹമാണ് നിങ്ങളെ കുറിച്ച് പറഞ്ഞതും നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നതും അദ്ദേഹമാണ് എന്നോട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ശരി പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അവരെന്തൊക്കെയോ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താ ജോലി എന്തൊക്കെയൊക്കെ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവരുടെ വോയിസ് മാറി മാറി ഒരു വളരെ ഡീപ്പ് ഒരു ഗുഹയെന്ന് കേൾക്കുന്ന ഒരു വോയിസ് പോലത്തെ ഒരു വോയിസ്, വളരെ ഡീപ്പ് ആൻഡ് പ്രൊഫൗണ്ട് വോയിസ്. എന്നിട്ട് പറഞ്ഞു മോഹൻജി എന്ന് തുടങ്ങി. അങ്ങനെ എനിക്കോണ്ട് ഫസ്റ്റ് ടൈം മോഹൻജി എന്ന് വിളിക്കുന്ന അങ്ങേരാ തോന്നുന്നു. ഐ തിങ്ക് പ്രോബ്ലി വേറെ ആൾക്കാർ അങ്ങനെ വിളിച്ചിട്ടുണ്ടാവാം, അറിയില്ല. പക്ഷെ എന്നിട്ട് അദ്ദേഹം എന്റെ കംപ്ലീറ്റ് കഥകൾ, അതുവരെ നടന്നിട്ടുള്ള എന്റെ മേജർ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അതൊന്നും ഒരാൾക്കും അറിയില്ല, ഈവൻ എന്റെ ക്ലോസ് ഫ്രണ്ട്സിനും ഫാമിലിക്കും അറിയാത്ത കാര്യങ്ങളാണ്. കോളേജിൽ നടന്ന ചില സംഭവങ്ങളും ചില വഴക്കുകളും ഒക്കെ, ഇതൊക്കെ ഇല്ലേ, ഇറ്റ്സ് ഇൻസിഗ്നിഫിക്കന്റ്, അത്രയും വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ അതൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ് ടു അമ്മുവിന്റെ ഡെത്ത് വരെ പറഞ്ഞു. അപ്പൊ എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു അത്. കാരണം ഇതൊരു കുറച്ചു നേരം സംസാരിച്ചു അദ്ദേഹം. എന്നിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഹൗ ഡു യു നോ ദീസ് ഡീറ്റെയിൽസ്, വി ആർ കണക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു വാട്ട്സ് യുവർ നെയിം. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിലൊരു കാര്യമില്ല, പേരിൽ പ്രസക്തിയില്ല എന്ന് പറഞ്ഞു. അതെ, ഞാൻ ഇവിടുന്നല്ല, ഭൂമിയിൽ നിന്നല്ല, ഈ സ്ത്രീ വഴി, അതെ വേറെ ഈ സ്ത്രീ വഴി, ആ സ്ത്രീ പുറത്തുള്ള ആളാണ് സംസാരിക്കുന്നത്, അത് ഈ സ്ത്രീ വഴി സംസാരിക്കുകയാണ്. അവരുടെ ബോഡി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം മീഡിയം. അത് കഴിഞ്ഞപ്പോ അദ്ദേഹം അപ്പൊ എന്നോട് ചോദിച്ചു ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അമ്മ മരിച്ചു, ഞാൻ മരിക്കാൻ തയ്യാറായിരുന്നു. ഐ വാസ് ഓൾറെഡി ഇൻ മൈ 30s, 30കളെത്തി, എനിക്ക് മരിക്കുക. അവള് 4-5 വയസ്സായിട്ടില്ല, എന്തുകൊണ്ട് അവള് പോയി, എന്തുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹം സിംപ്ലി പറഞ്ഞു യു ഹാവ് വർക്ക് ടു ഡു, നിങ്ങൾക്ക് പണിയുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതാ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മാറ്റർ ഓഫ് ഫാക്ട് റിപ്ലൈസ് ആണ്, 100% ക്ലാരിറ്റി, ഒന്നുമില്ല. അതെ, ഒരു ക്ലാരിറ്റി ഉള്ളൂ. പിന്നെ മാത്രമല്ല അവര് നമ്മുടെ അടുത്ത് റെസ്പെക്റ്റും എക്സ്പെക്ട് ചെയ്യുന്നില്ല, നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ മാത്രമല്ല എനിക്കൊരു വളരെ ഒരു വ്യത്യാസം തോന്നുന്നത്, ഞാൻ ഒരിക്കലും അധികം പറഞ്ഞില്ല, ഞങ്ങളെന്നേ പറഞ്ഞോളൂ. പ്ലൂറല്ല സംസാരിക്കുന്ന മുഴുവൻ, എപ്പോഴും പ്ലൂറല്ല പറഞ്ഞത്. ഇംഗ്ലീഷിലായിരുന്നു ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, അപ്പോൾ പ്ലൂറലാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എന്തായിരുന്നു ഉദ്ദേശം, അവൾ എന്തുകൊണ്ട് ഇത്രയും ഒരു ട്രാജിക് ഡെത്തിലേക്ക് പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ നീ ബിസിനസ്സിൽ സക്സസ് ആണ്, നീ ബിസിനസ്സിൽ തന്നെ നിൽക്കും, നിന്റെ ലൈഫിനൊരു മേജർ ചേഞ്ച് വരണ ടിൽറ്റ് യു ടു അനദർ പ്ലെയിൻ, വേറൊരു വഴിക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൾ. അതൊരു ഷോക്കായിരുന്നില്ല, കാരണം നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ വേറൊരു ദിശയിലേക്ക് മാറ്റാൻ വേണ്ടി ഇങ്ങനെ സംഭവിച്ചു. അതെ, ലോകം അല്ലെങ്കിൽ ഭൂമി അങ്ങനെ ചെയ്യും. അതായത് ആ ഒരു നമ്മുടെ ഡെസ്റ്റിനി എന്താണോ അതിലേക്ക് തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇറ്റ്സ് എ കൊളാബറേറ്റീവ് എഫേർട്ട്. അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു വിൽ ഐ മീറ്റ് ഹർ അഗൈൻ, he said you will meet her again. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അത് വിട്ടു. എന്നിട്ട് എന്നോട് ഫൈനലി കുറച്ച് സംസാരിച്ചു. എന്നോട് ചോദിച്ചു, പറഞ്ഞു യു ഹാവ് സംതിങ് ടു ആസ്ക് മീ, യു വാണ്ട് സംതിങ് ഫ്രം മീ എന്ന് ചോദിച്ചു. ഡു യു വാണ്ട് സംതിങ് ഫ്രം മീ? അത് എന്റെ ഭാഗത്ത് നിന്ന് ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പോലത്തെ മാസ്റ്റേഴ്സ് ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് സംസാരിക്കണം. അപ്പോൾ ഐ വിൽ അറേഞ്ച് ദാറ്റ് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഈ മേജർ മാസ്റ്റേഴ്സിനെ ഒക്കെ കണ്ടത്. എല്ലാം പിന്നെ സംസാരിച്ചു. അല്ല, മീൻസ് എന്റെ ലൈഫിൽ പലരുടെയും കണക്ഷൻ വന്നിട്ടുണ്ട്, പല മാസ്റ്റേഴ്സും വന്നതൊക്കെ ഈ ഇത് കഴിഞ്ഞിട്ടാണ്. ഐ വിൽ അറേഞ്ച് ദാറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഒരിക്കലും ഇങ്ങനെ ഈ സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ആ സ്ത്രീക്ക് റിപ്ലൈ ചെയ്തു, ഞാൻ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് ഈ കോൺവെർസേഷന് അവർ റിപ്ലൈ ചെയ്തില്ല, അതോടെ അവിടെ ക്ലോസ് ചെയ്തു.
അപ്പൊ അതിൽ ഞാൻ ഒന്ന് പെർപ്പസ് ഓറിയന്റഡ് ആണ്, ആ കാര്യത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഭൂമിയിലുള്ള റിലേഷൻഷിപ്പിൽ പലപ്പോഴും ഒരു കണ്ടിന്യൂറ്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഒരു റെസിപ്രൊക്കേഷനും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ തിരിച്ചെന്തെങ്കിലും വരുന്നത് ഇല്ല. അതായത് നിങ്ങൾക്ക് എന്തോ വേണം അത് തരും, അത് കഴിഞ്ഞിട്ട് ഡിസ്കണക്ഷൻ. അല്ല, അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു കോൺവെർസേഷൻ അല്ല, അദ്ദേഹമായിട്ടില്ല. അദ്ദേഹം ആരാന്ന് എനിക്ക് അറിയില്ല. അതെ, അത് കഴിഞ്ഞിട്ട് കുറെ പേരെ മീറ്റ് ചെയ്തു. അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായത് ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഞാൻ ഹിമാലയത്തിലെ എല്ലാ ഹോളിഡേക്കും പോകുമായിരുന്നു. ഞാൻ ഗൾഫിലെ ജോലി, ഇപ്പൊ ഹോളിഡേ കിട്ടുമ്പോൾ ഹിമാലയത്തിൽ പോകും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഷർട്ടൊന്നും ഇടാണ്ട് ജസ്റ്റ് ഒരു ധോത്തിയുള്ളൂ, ഞാനിങ്ങനെ വസിഷ്ഠ ഗുഹയിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഒരു പയ്യൻ, ഒരു പ്രോബബ്ലി ഒരു 15-16 വയസ്സ് തോന്നുള്ളൂ, മെലിഞ്ഞ് ക്ഷീണിച്ച്, അയാൾ ഷർട്ട് ഇട്ടിട്ടില്ല, ഒരു ട്രൗസറോ ഒരു ബർമുഡ പോലത്തെ ഒരു ഇതിട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം എൻ്റെ നേരെ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. എന്നിട്ട് ഒരു അതോറിറ്റേറ്റീവ് വോയിസിലെ ചോദിക്കണം, കിതർ ജാരോ, എവിടേക്കാ പോണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ പോവാണ് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ. നീ ലോക് ഇന്തസാർ കർ രേ, ജാओ വാപ്പസ് ജാओ. അദ്ദേഹം പറയാ, ആൾക്കാർ കുറെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് എന്നെ എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്യാൻ പോലും ആരുമില്ല, ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു, തിരിച്ചു പോകാൻ പറഞ്ഞു. അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അയാൾ ആരാന്നറിയില്ല, എന്തിനു വന്നോന്നറിയില്ല. അയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആടിനെ മേയ്ക്കുന്ന അല്ലെങ്കിൽ പശുവിനെയൊക്കെ മേയ്ക്കുന്ന ഒരാളുടെ പോലത്തെ ഒരാള്. ഇങ്ങനത്തെ കുറെ, എനിക്ക് തോന്നുന്നു അതൊക്കെ ഇവിടുന്ന് വന്നവരായിരിക്കില്ല, ആവണമെന്നില്ല. സിംറ്റംസ് ആയിരിക്കും ഈ പറഞ്ഞ പോലെ കാണിച്ചു തരികയാണ് സിംബോളിക്കലി ഭൂമി അല്ലെങ്കിൽ ആ ഒരു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ ഒരു പാത്തിലേക്ക് തിരിയാറാവുമ്പോഴത്തേക്ക് പല സയൻസ് വേൾഡ് നമുക്ക് കാണിച്ചു തരും. അതുപോലത്തെ ഒരു സൈഡ് തന്നെ ആയിരിക്കും. അത് മാത്രമല്ല, കൊളാബറേഷൻ ഉണ്ട്. പല ഇപ്പൊ ഈവൻ ജീസസിന്റെ ലൈഫ് എടുത്താൽ തന്നെ ഒരുപാട് ഇന്ററാക്ഷൻസ് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് കണക്ഷൻസ് പല സമയത്തും വന്നു ചേർന്നിട്ടുണ്ട്, കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇപ്പൊ ഏതൊരു ആളും എന്തെങ്കിലും ഭൂമിക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി. ഇപ്പൊ ഒരു ഡെയിലി ഒരു സാധാരണ കോമണർ ജോബ് ചെയ്തുകൊണ്ടിരുന്ന ആളിൽ നിന്ന് മാറ്റം ജീവിതത്തിൽ വന്നപ്പോ എന്താണ് ആക്ച്വലി ഒരു ഫിസിക്കലി ഒരു ഫീൽ ഉണ്ടായത്? എന്താണ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല ആക്ച്വലി. അതെന്താ അറിയോ, അത് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വളർന്നു വരുമ്പോ നമ്മുടെ വെയിറ്റ് കൂടിയൊന്നും നമുക്ക് അറിയില്ല. അതേപോലെ അപ്പൊ അന്നത്തെ ആ ഒരു ഫ്രീക്വൻസിയിൽ അന്ന് ഓപ്പറേറ്റ് ചെയ്തു, ഇന്ന് ഈ ഫ്രീക്വൻസി ഓപ്പറേറ്റ് ചെയ്യുന്നു. ഏതാണോ വലുത് ഏതാണ് ചെറുത് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല ഞാൻ നടക്കുന്ന പാത മാത്രമാണ് ശരിയെന്ന്, അല്ലെങ്കിൽ ഞാൻ പോകുന്ന പാത മാത്രമേ ഉള്ളൂ നല്ലത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒരാളോട് ഫോളോ ചെയ്യാനും പറയാറില്ല, ഒരാളോട് ഞാൻ ഫോളോ ചെയ്യാൻ പറയാറില്ല, ഒരാളോട് ഞാൻ ഗുരു എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ എൻലൈറ്റൻഡ് പറഞ്ഞിട്ടില്ല. കാരണം ഇതൊന്നും ആവശ്യമില്ല. ആക്ച്വലി ഇതൊക്കെ വരുന്നത് ഇൻസെക്യൂരിറ്റി വരുമ്പോഴാണ്. ഈ നമുക്ക് നമ്മളെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യം വരുന്നത് നമുക്ക് ഇൻസെക്യൂരിറ്റി വരുമ്പോഴാണ്. ഇൻസെക്യൂരിറ്റിയുടെ റൂട്ട് എവിടെയാണ്? കമ്പാരിസണിലാണ്. ഇപ്പൊ ഞാൻ റോബിൻജിയായിട്ട് ഒന്നും കമ്പയർ ചെയ്യുന്നില്ലല്ലോ. സോ ഐ ക്യാൻ ലവ് യു 100%. അവിടെയാണ് നമുക്ക് എപ്പോഴും ഈ റിഫ്ലക്ഷൻ എന്നുള്ള മോഡിലേക്ക് വന്നാല് ഒരിക്കലും ഒരു കോൺഫ്ലിക്റ്റും ഇല്ല. അതാണ് ഇത്രയും പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടെങ്കിലും അവരൊക്കെ നമ്മളെ അവരുടെ ബന്ധുവായി കാണുന്നുണ്ടല്ലോ. ഒരു ബൗണ്ടറി പറഞ്ഞ ജനനം, ഒരു ബൗണ്ടറി മരണം. ഇതിനകത്തുള്ള മുഴുവൻ നോക്കിക്കോളും. എല്ലാത്തിനും ഒരു ടൈം ആൻഡ് സ്പേസ് ജംഗ്ഷൻ ഉണ്ട്, സമയവും സ്ഥലവുമായിട്ടുള്ള ജംഗ്ഷൻ. അവിടെ വരുന്ന വ്യക്തികൾക്ക് ഒരു പരിധിയുണ്ട്. ഇപ്പൊ ഇമാജിൻ ചെയ്യുക, ഇപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കണ്ട, എനിക്ക് പാരീസിൽ ഇരിക്കണമായിരുന്നു തോന്നാം, പറ്റില്ലല്ലോ. ഇപ്പൊ ഈ ശരീരം വെച്ച് ഇവിടെ ഇരിക്കാൻ പറ്റും, പക്ഷെ മെറ്റഫിസിക്കലി പറ്റും. അതല്ല ഈ സ്വപ്നാവസ്ഥയും ഈ ജാഗ്രത അവസ്ഥയായിട്ടുള്ള വ്യത്യാസം. അതായത് സ്വപ്നാവസ്ഥയിൽ ബൗണ്ടറി ഇല്ല, ജാഗ്രത അവസ്ഥയിൽ ബൗണ്ടറി ഉണ്ട്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബന്ധങ്ങളൊക്കെ ഈ ജാഗ്രത അവസ്ഥയിൽ ശരീരവും പേഴ്സണാലിറ്റിയും വെച്ചിട്ടുള്ള ബന്ധങ്ങളാണ്. അതിന്റെ വളരെ വളരെ വ്യത്യാസം ഉണ്ടല്ലോ മറ്റു ശരിക്കും ബന്ധങ്ങൾ. ഇപ്പം ലോഞ്ചിയുടെ കാര്യം പറയുമ്പോൾ US, സ്കോട്ട്ലൻഡ്, സെർബിയ അടക്കമുള്ള 98 രാജ്യങ്ങളിൽ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അപ്പൊ ലോകത്തിലെ എല്ലാ തരം ആൾക്കാരുമായിട്ടും മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരം ലോഞ്ചിക്ക് ലഭിച്ചിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നതാണ് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അവർക്ക് ജീവിതത്തോടൊരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ കൂടുതലുള്ള കാലഘട്ടമാണ് ഇപ്പോൾ. ഒരു late 20s മുതൽ എല്ലാവർക്കും പെട്ടെന്ന് ഡിപ്രഷൻ ആവുന്നു.
അപ്പൊ എന്താണ് അതിന്റെ കാരണം? അല്ലെങ്കിൽ ആൾക്കാർ എല്ലാം മടുത്തോ? ജീവിതത്തോട് മടുപ്പ് തോന്നിയ നമ്മളിവിടെ തമാശക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ വെറുതെ ഞാൻ കുറച്ച് ഡിപ്രഷൻ അടിച്ചാലോ എന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞൊരു അത് സീരിയസ് ആയിട്ട് അതെ അത്രയ്ക്ക് അധികമാണ്. അതെ, അപ്പൊ അങ്ങനെ ഒരു തോട്ട് എന്തായിരിക്കും കാരണം? നമ്മളെയൊക്കെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു ടു എക്സ്പെക്ട്. പ്രോഗ്രാം ടു എക്സ്പെക്ട് ആണ്. അതായത് നമ്മൾ പഠിക്കുന്ന മുതൽ തന്നെ നോക്കുക, മറ്റവന്റെ മാർക്ക് നോക്കൂ, നിന്നെ ഒരു മോശമല്ലേ, നീ അതിന്റെ പോലെ ആവണം, അല്ലെങ്കിൽ അയാൾ ചെയ്യണ കണ്ടോ, ഇങ്ങനെ ഒരു കമ്പാരിസൺ മോഡ് വരുമ്പോ തന്നെ നമുക്ക് ഒരു കോമ്പറ്റീഷൻ തന്നെത്താൻ വരും മോഡ്. ഈ കമ്പാരിസൺ കോമ്പറ്റീഷൻ നമുക്ക് ഒരിക്കലും ആവശ്യമില്ല. കാരണം നമ്മൾ എന്നൊരു വ്യക്തി, നമ്മുടെ തം ഇംപ്രഷൻ ആൾക്കാർ റിസീവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒഫീഷ്യലി ആക്സെപ്റ്റഡ് എന്താ, യൂണീക്ക് ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ആസ് എ ക്രിയേഷൻ യൂണീക്ക് ആണ്, അത് ഒരിക്കലും ആരും പഠിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ കോൺസ്റ്റന്റ്ലി എക്സ്റ്റേണൽ ആവുക, അതായത് പുറത്തെ ലോകമായിട്ട് മാത്രം ജീവിക്കുക, പുറത്തെ ലോകത്തിന്റെ കാര്യങ്ങളിൽ മാത്രം ജീവിക്കുക. രണ്ട്, നമ്മൾ ഫോഴ്സ് ടു കോമ്പീറ്റ്, ഫോഴ്സ് ടു കമ്പയർ, ആ ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഡിപ്രഷൻ ഇസ് ഫോർ ഷുവർ. കാരണം ഒരിക്കലും നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. പക്ഷെ മനുഷ്യന്റെ ഇത് നമുക്ക് മൃഗങ്ങൾക്ക് ഈശ്വരില്ലോ, നോക്കിയിട്ടുണ്ടോ? അവര് കണ്ടന്റഡ് ഭക്ഷണം കഴിച്ച് ലെവലായി കഴിഞ്ഞാൽ അവർ കിടന്നു, ഒരു കോമ്പറ്റീഷനും ഇല്ല. അവര് ഭംഗി നോക്കണില്ല, ഒരാള് നന്നായിട്ടുണ്ടോ മറ്റേ ഒന്നുമില്ലല്ലോ. ബീയിങ് നാച്ചുറൽ, നമ്മളും ബീയിങ് നാച്ചുറലാ വിചാരിക്കുക. അതല്ലേ ഞാൻ കുട്ടികളാണ് ഏറ്റവും വലിയ ഗുരു പറയാൻ കാരണം. അവർക്ക് ഈ പ്രശ്നം നമ്മൾ കൊടുക്കുന്നവരെ അവർക്ക് ഈ കോമ്പറ്റീഷൻ ഇല്ല. അവര് അക്സെപ്റ്റ് ചെയ്യും, കുട്ടികളോട് കളിക്കും. അവര് കളറോ മതമോ ജാതിയോ ഒന്നും നോക്കാറില്ലേ. അല്ല, മതവും ജാതിയൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം അബറേഷൻ ആണ്. പക്ഷെ അത് വെറുതെ സാധാരണ ലെവൽ എടുത്താൽ തന്നെ ഒരു ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ഒന്നിച്ച് കളിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയല്ല. നമ്മള് കുറച്ചുകൂടെ വലുതാവുമ്പോൾ നമ്മൾ കൂടുതൽ കമ്പയർ ചെയ്യും, കൂടുതൽ അസസ് ചെയ്യും, അനലൈസ് ചെയ്യും, എക്സ്പെക്ട് ചെയ്യും. അതൊക്കെയാണ് ഡിപ്രഷന്റെ കോസ്റ്റ്. ഇപ്പം നമ്മളിപ്പം മോഹൻജിയെ കുറിച്ച് പറയുമ്പോൾ അവാർഡ്സ് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ അപ്രിസിയേഷൻസ് കിട്ടുന്നതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ഞാൻ ഇവിടെ വായിച്ചത് താങ്കളുടെ പേരിലൊരു ദിനമുണ്ട്, ഡേ, മോഹൻജി ഡേ, ഒരു കോളിൻ കൗണ്ടി. അത് എന്താണ് സംഭവം? അതൊരു ഓണറി ആയിട്ട് തരുന്നതാണ്. അത് അവര് ഫ്രിസ്കോ സിറ്റി എവിടെ ശരിക്കും? US. അവര് April 16 മോഹൻജി ഡേ ആയിട്ട് അവർ ഡിക്ലെയർ ചെയ്തു. അത് അവർ പറയുന്നത് എന്റെ ആക്ടിവിറ്റീസ്, ലോകത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എന്റെ കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്, അതിന്റെ ബേസിസിലാണ് അവർ അത് ഒരുപാട് സ്റ്റഡിയാണ് ഇതിന് ചെയ്യണം അവര്. അപ്പൊ അതിൽ ഒരു കാര്യം മനസ്സിലാക്കിയത്, നമ്മൾ ഇതൊന്നും എഴുതി കൊടുത്തില്ല, നമ്മൾ അപ്ലൈ ചെയ്തതല്ല. ഇത് അപ്ലൈ ചെയ്താൽ കിട്ടത്തില്ലല്ലോ, പ്രത്യേകിച്ച് US പോലുള്ള കൺട്രിയിൽ അത് പോസിബിൾ അല്ല. ഒരു ഓണറി അവർ തരുന്നതാണ്. അതാണ്. അപ്പൊ അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ചെയ്യുന്ന, ഞാൻ എപ്പോഴും പറയാറ്, അത് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ജനങ്ങൾ കാണും, ഇഫ് ഇറ്റ് ഈസ് വർത്ത് വൈൽ. അത് ലോകത്തിന് റെലവെന്റ് ആണെങ്കിൽ നമ്മളത് പ്രൊപ്പഗാൻഡ കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോഴും ആൾക്കാർ പറയും നമ്മുടെ വർക്കാണ് സംസാരിക്കേണ്ടത്, നമ്മളല്ല. അതെ. അപ്പൊ ഞാൻ ഈ പ്രൊപ്പഗാൻഡയ്ക്ക് അഗൻസ്റ്റ് അത്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഇഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരും. അതാണ് ബ്രിക്സ് അവാർഡും അങ്ങനെയാണ്. അതായത് ജൂറി അവാർഡൊക്കെ വന്നില്ലേ, അത് ബ്രിക്സിന്റെ, ബ്രസീൽ, റഷ്യ. ഈ അവാർഡ്സ് ഒക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മേടിക്കാൻ പറ്റില്ല. അവസാനമായി ഒരു ചോദ്യം ചോദിക്കാനുണ്ടോ? സാധാരണ നമുക്ക് കുറച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ഒരാൾ വരികയാണെങ്കിൽ അദ്ദേഹം പത്രമാധ്യമങ്ങളിലൊക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കാണാം. പക്ഷെ മോഹൻജി അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ നോക്കിയിട്ട് പോലും എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു കുറച്ച് ഇൻഫോർമേഷൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഞാൻ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കാണുന്നത് നമ്മുടെ പെർസ്പെക്റ്റീവിൽ കേരളത്തിൽ നിന്നുകൊണ്ടാണ് കാണുന്നത്. മോഹൻജി ലോകത്തെ കാണുന്നത് ഒരൊറ്റ ഇതായിട്ടാണ് കാണുന്നത്, അല്ലേ? ഒന്നും എനിക്ക് അങ്ങനത്തെ കോണ്ടാക്ട്സ് ഇല്ല, പത്രമാധ്യമങ്ങളായിട്ട് കോണ്ടാക്ട്സ് ഇല്ല. പിന്നെ രണ്ടാമത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. കാരണം എന്റെ വർക്ക് പാറ്റേൺ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇൻഡിജിനസ് ഇന്റഗ്രേഷൻ ആണ്. അതായത് ട്രൈബൽ ആൾക്കാരെ ലോകത്ത് കൂട്ടിച്ചേർക്കുകയാണ്. അതൊന്നും സൊസൈറ്റിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ഈവൻ ഒരു ഗവൺമെന്റിന് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. പ്രോബബ്ലി വോട്ടിന്റെ റിലേറ്റഡ് ആണെങ്കിൽ, അല്ലാണ്ട് ഗവൺമെന്റിനും അതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് വേൾഡ് ട്രൈബൽ അലയൻസ്. അതെ, അത് പെറുവിലാണ്. എവിടെയാണ് അത്? ലണ്ടൻ ബേസ്ഡ് ആണ്. പക്ഷേ ട്രൈബൽസ് എല്ലാ രാജ്യത്തും, പെറുണ്ട് എല്ലാ രാജ്യത്തോടും. അപ്പൊ ഞാൻ ചെയ്യുന്ന കുറെ വർക്കുകൾ അത്രയും വിസിബിൾ ആവണമെന്നില്ല. പക്ഷെ അത് ചിലപ്പോൾ സമയത്ത് അത് വരും.
അതിപ്പോ പിന്നെ ഈ WTA അതിപ്പോ ഷേപ്പ് അപ്പ് ചെയ്ത് വരുന്ന നോക്കി കഴിഞ്ഞാൽ വളരെ വളരെ വലിയ ലെവലിലെത്തുന്നുണ്ട്. കാരണം ആ കണക്ട് ചെയ്യുന്ന ആ എൽഡേഴ്സ് ഉണ്ടല്ലോ, വിസ്ഡം കീപ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ, അവര് വിസ്ഡം കീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് വളരെയധികം വളരെ ഇവോൾഡ് ആൾക്കാരാണ്. അതിപ്പോ അലാസ്കൻ ട്രൈബ്സ് ആണെങ്കിലും ന്യൂസിലൻഡ് മാവോറി, അബോറിജിൻ, ഇതിപ്പോൾ ആമസോൺ ട്രൈബ്സ് ഉണ്ട്. ആമസോണായിട്ട് നമ്മൾ 6 കൊല്ലമായി വർക്ക് ചെയ്യുന്നുണ്ട്, ആമസോൺ ട്രൈബ്സ് ആയിട്ട്. പിന്നെ ഇവിടുത്തെ പെറു സൗത്ത് അമേരിക്കൻ കുറെ ഉണ്ട്, ആഫ്രിക്ക ഓഫ് കോഴ്സ് അവര് നമ്മളായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന കുറെ ആളായിട്ട്. അതെ, അപ്പൊ ഇതൊക്കെ ഈ ട്രൈബൽസ് ഇപ്പൊ ഈ നോർവീജിയൻ ആർട്ടിക് സർക്കിൾ ട്രൈബ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു ആ ഒരു ആക്ടിവിറ്റീസിലാണോ നമ്മുടെ ഓസ്കാർ വിന്നർ ആയിട്ടുള്ള ക്രെയ്ഗാണ് എന്നോട് പറഞ്ഞത്, പിന്നെ സൗത്ത് അമേരിക്കയിൽ വെച്ച് ചെയ്യാൻ പറഞ്ഞത്, സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ചെയ്യാൻ പറഞ്ഞത്. കാരണം ക്രാഡിൽ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസിലേക്ക് ഇവരൊക്കെ തിരിച്ചുകൊണ്ടിരിക്കണം, അയാളാണ് ഐഡിയ തന്നത്. അങ്ങനെയാണ് ഞാൻ കേപ്പ് ടൗൺ ആസ് എ ബേസ് ആക്കി എടുത്തത്. ഈസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്. അതെ, ക്രെയ്ഗ് ഫോസ്റ്റർ പിന്നെ അയാളുടേതായിട്ടുള്ള ഒരു വലിയ ക്രെയ്ഗ് ഫോസ്റ്റർ ഓസ്കാർ ഡോക്യുമെന്ററിക്ക് ഓസ്കാർ ഒക്ടോബസ് ടീച്ചർ എന്നുള്ള അതില് മോഹൻജിയുടെ ഒരുപാട് ഡിവോട്ടികളായിട്ടുള്ള സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആളുകൾ ഓസ്കാർ വിന്നേഴ്സും ഹോളിവുഡിലുള്ള ആളുകളുണ്ട്, രാഷ്ട്ര തലവന്മാരുണ്ട്, ഇതൊക്കെ പല മേഖലകളിലാണ്. ഇതൊക്കെ പർപ്പസ്ഫുൾ കണക്ഷൻ ആണ്. ഞാൻ മിനിസ്റ്ററെ കണ്ടപ്പോ സൗത്ത് ആഫ്രിക്കയില് അദ്ദേഹം ചോദിച്ചു എന്തിനാണ് ഈ WTA. അപ്പൊ ഞാൻ പറഞ്ഞു ഒറ്റ വാക്ക്, പ്രിസർവേഷൻ. എന്തെന്നാണ് നിങ്ങൾ പ്രിസർവ് ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു ഇൻഡിജിനസ് കൾച്ചറും നമ്മുടെ നേച്ചറും, ഇത് രണ്ടുമാണ്. അപ്പൊ മൂന്നാമത്തെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഗവൺമെന്റ് ജോയിൻ ചെയ്തു. നമ്മുടെ കോൺവെർസേഷൻ ഇത്രയും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഫക്റ്റീവായിട്ട് കൺവേ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബ്രീഫ് ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് ക്ലാരിറ്റി. ബ്രീവിറ്റി, ക്ലാരിറ്റി, ഈ 2 കാര്യങ്ങൾ വേണം. പലപ്പോഴും പല ആൾക്കാരും സംസാരിക്കുന്നത് അവർ വേഗമായിട്ടാണ്, ഒരു ലാർജ് ഇതിലാ പറയുന്നത്. അപ്പൊ ആൾക്കാർക്ക് അതിൽ ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും, ഏകദേശം പറയും. അപ്പൊ ഈ മിനിസ്റ്ററും ഞാനുമായിട്ട് ഇപ്പൊ ആ കണക്ഷൻ വന്നു. അതേപോലെ തന്നെ ഓസ്ട്രേലിയയിൽ മിനിസ്റ്ററായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ, അപ്പൊ എന്താ വെച്ചാൽ ഈ ഇന്റഗ്രേഷൻ വരുന്ന സമയത്ത് ഇപ്പൊ നോക്കോ, ഒരു ഓൾട്ടർനേറ്റീവ് ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ കൊണ്ടുവരാൻ പറ്റും, അതായത് കണക്റ്റഡ് ടു നേച്ചർ. അപ്പൊ അതില് നമ്മൾ ഒരുപാട് പ്ലാന്റേഷൻ നടത്തുന്നുണ്ട്, കാട്ടിനകത്ത് ചെടികള്, ഫലവൃക്ഷങ്ങള്, അതായത് ഫ്രൂട്ട് ബെയറിംഗ് പ്ലാന്റ്സ്. അത് അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാൽ എൻറിച്ചിങ് നേച്ചർ സോ ദാറ്റ് നേച്ചർ എൻറിച്ചസ് പീപ്പിൾ, അല്ലെങ്കിൽ ബേർഡ്സ്, ആനിമൽസ്, ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ. ഓരോ രാജ്യത്തിനും പ്രവർത്തനം വ്യത്യസ്തമായിട്ടുള്ള ചെയ്യേണ്ടത്. ഓരോ രാജ്യത്തും വേറെ അവരുടെ ആ ഏരിയയിൽ ആവശ്യമുള്ള പോലെ. ഇപ്പൊ ഞാൻ ടർക്കിയിൽ എല്ലാ കൊല്ലം പോയിരുന്നില്ല, അറിയാലോ. ടർക്കിയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 1000 ചില്ലാനും ചെടികൾ വെച്ചു, ഫ്രൂട്ട് ബെയറിംഗ്. അപ്പൊ ആ വില്ലേജിൽ മുഴുവൻ ചേഞ്ച് വന്നു. അതിന്റെ അതൊക്കെ ആ വില്ലേജേഴ്സ് തന്നെ നോക്കുന്നുണ്ട്, നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ, വെള്ളം കൊഴിക്കലൊക്കെ. അപ്പോ ആ ലോക്കൽ ആൾക്കാർക്ക് ഇഫക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. ഒറ്റ കണ്ടീഷൻ ഞാൻ പറയാനുള്ളത്, അത് വിൽക്കരുത് എന്നാണ്. അത് പക്ഷികളോ മൃഗങ്ങളോ മനുഷ്യരോ കഴിച്ചോട്ടെ, പക്ഷെ ഒരിക്കലും അത് മാർക്കറ്റിലേക്ക് കച്ചവടമാക്കി കൊണ്ടുവരരുത്. കാരണം അതിനുവേണ്ടിയല്ല നമ്മൾ വെക്കുന്നത്. അത് നന്നായി നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇപ്പൊ എനിക്ക് 1 ലക്ഷത്തിന്റെ മേലെ ആയിരുന്നു പല വൃക്ഷങ്ങൾ. ഇപ്പം ഈ മോഹൻജിയുടെ ഒരു ജേർണിയെ പറ്റിയും ഈ ഒരു മോഹൻജി ചെയ്യുന്ന കുറേയേറെ വർക്കുകളെ പറ്റിയൊക്കെ അറിയാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക്സ് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.